بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وأصحابه وأهل بيته أجمعين. يا سيد الأبرار حبك في دمي نهر على نحو الصبابة جاري. لك يا رسول الله في أعماقنا قمم من الإجلال والإكرام. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. സർവാദരണീയരായ സാദാത്തുക്കളെ, ഉസ്താദുമാരെ, പ്രസ്ഥാന നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നാം ഇവിടെ ഒരുക്കിയിട്ടുള്ള റമദാൻ പ്രഭാഷണത്തിൻ്റെ സമാപന ദിവസത്തിലാണ് നാം ഉള്ളത്. അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന വിധം സമ്പൂർണമാക്കി തരികയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ മഹദിയുടെ ജീവിതത്തിലെ വളരെ പ്രാഥമികമായ ചില ഭാഗങ്ങളെയാണ് നാം ഇവിടെ ചർച്ച ചെയ്തത്. ഇന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രി ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള മഹദിയുടെ ജീവിതത്തെ പരാമർശിച്ചുകൊണ്ടുള്ള അവതരണമാണ് നടക്കേണ്ടത്. യഥാർത്ഥത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംഭവ ബഹുലമായ പ്രവാചകത്വ ജീവിതത്തിൻ്റെ മുഴുസമയ സാന്നിധ്യം അനുഭവിക്കാൻ നിയോഗം കിട്ടിയ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ജീവിതം 1, 2, 3 ദിവസത്തെ അവതരണത്തിൽ പരിമിതപ്പെടുത്താൻ പറ്റിയതല്ല. ചരിത്രാവലംബങ്ങളുടെ ലഭ്യത വെച്ച് നോക്കുമ്പോൾ, ചരിത്ര ഗ്രന്ഥങ്ങളുടെ സാധ്യതകൾ വെച്ച് നോക്കുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തേക്കാൾ വളരെ വിസ്തൃതമായ ചരിത്രമാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടേതായി വായിക്കാൻ ലഭിക്കുന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന്റെ പ്രഖ്യാപനം കഴിഞ്ഞ് ചുരുങ്ങിയ കാലം മാത്രമാണ് ഖദീജ റളിയല്ലാഹു അൻഹ ഒപ്പമുണ്ടായിരുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളെയും ആധികാരികമായി അടുത്തുനിന്ന് ഹൃദയപൂർവ്വം അറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്ത പ്രിയപ്പെട്ട കലവറ സൂക്ഷിപ്പുകാരിയായ ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന്റെ ചരിത്രത്തോളം നീണ്ടതാണ്. അതിലെ ഏതു ഭാഗങ്ങളാണ് ഇവിടെ ഇന്ന് പറയേണ്ടത് എന്ന് കൃത്യമായി എനിക്ക് നിശ്ചയമില്ല. ഏതായാലും മഹദി അവരുടെ ജീവിതത്തിന്റെ ചില പ്രധാനപ്പെട്ട തലങ്ങളെ മാത്രം സ്പർശിച്ചുകൊണ്ടുള്ള വളരെ പ്രൈമറി ലെവലിലുള്ള ഒരു അവതരണം മാത്രമാണ് ഇവിടെ സാധ്യമാകുന്നതും ലക്ഷ്യം വെക്കുന്നതും. മഹദികളുടെയും മഹാന്മാരുടെയും ചരിത്രത്തിൽ നിന്ന് ആത്മാവിനെ ഉപജീവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാനുള്ള പ്രതിജ്ഞയാണ് ഇതുപോലെയുള്ള വേദികളിൽ നിന്ന് വിശ്വാസികളായ നാം സ്വീകരിക്കേണ്ടത്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത വഴിയിലേക്ക് പ്രിയപ്പെട്ട പൊന്നുമോൾ സഹറ കടന്നു വരുന്ന തലങ്ങളെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാർക്ക് വേണ്ടി കൂടുതൽ പ്രാധാന്യത്തോടുകൂടി പറയാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം മാതൃകകളും മോഡലുകളും ലഭ്യമാകാത്തതിൻ്റെ പേരിൽ കാണുന്നതിനെയും കേൾക്കുന്നതിനെയുമൊക്കെ ആദർശമായി സ്വീകരിക്കുകയും കർമ്മപദത്തിൽ ആരെയാണ് അനുധാവനം ചെയ്യേണ്ടത് എന്ന് ചിത്രമില്ലാതെ അബദ്ധസഞ്ചാരികളായി മാറുകയും ചെയ്യുന്ന മുസ്ലിം സഹോദരിമാർ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക വീക്ഷണത്തിൽ പുരുഷനെ പോലെ തെരുവിലിറങ്ങാൻ സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ലെങ്കിലും വിജ്ഞാനാന്വേഷണവും പഠനവും അരമനയുടെ അകത്തിലും ആവശ്യം പോലെ ഉണ്ടാകണമെന്ന് ദർശിക്കുന്ന മതമാണ് ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിമാർ ഇസ്ലാമിനെ കുറിച്ച് അഗാധമായ ജ്ഞാനമുള്ളവരായിരുന്നു. പുണ്യവതിയായ സഹറ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇസ്ലാമിനെ കുറിച്ച് ആധികാരികമായി വിവരമുള്ളവരായിരുന്നു. മദ്ഹബിന്റെ ഇമാമുകളുടെ ജീവിത വഴിയിൽ സ്നേഹഭാജനങ്ങളായി കഴിഞ്ഞ പത്നിമാർ, പെൺമക്കൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും പഠിക്കുകയും പുലർത്തുകയും ചെയ്തവരായിരുന്നു. ഈ ഒരു ചരിത്രത്തെ ഏറ്റെടുക്കുവാൻ ആനുകാലിക മുസ്ലിം സഹോദരിമാർ, മാതാക്കൾ പലപ്പോഴും മാറി നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് നമ്മെ വേദനിപ്പിക്കുന്നത്. ആനുകാലിക വിദ്യാഭ്യാസം നേടുന്നതിൽ പന്തികേട് കാണാത്തവർ ആത്മീയ വിദ്യാഭ്യാസത്തെ അന്യവൽക്കരിക്കുന്ന അപകടകരമായ കാഴ്ചയിൽ നിന്നാണ് അബദ്ധസഞ്ചാരികളായ മുസ്ലിം തരുണികൾ രൂപപ്പെടുന്നത് എന്ന സത്യം രക്ഷിതാക്കളെങ്കിലും തിരിച്ചറിയേണ്ടതാണ്. നമുക്ക് വരാം. ഇവിടെ കൂടുതൽ ചരിത്രത്തിന്റെ കൃത്യമായ ഒരു ക്രമണികയിലൂടെ സഞ്ചരിക്കാൻ എനിക്ക് കഴിയില്ല. ആധികാരികമായ അവലംബങ്ങളെ മാത്രം ഉപവസിച്ചുകൊണ്ട് അതിൽ നിന്നുള്ള പ്രമാണനിബദ്ധമായ കാര്യങ്ങളെ മാത്രമെങ്കിലും അക്കമിട്ട് പറഞ്ഞു തീർക്കാനും നമ്മുടെ പരിമിതമായ സമയത്തിന് വിസ്തൃതിയില്ല. ഏതായാലും പറഞ്ഞു തുടങ്ങാം. ഏതോ ചില അധ്യായങ്ങളിലൂടെ സഞ്ചരിച്ച് അവസാനം നമ്മുടെ സമയത്തിന്റെ സൗകര്യമനുസരിച്ച്
ഇൻഷാ അല്ലാഹ് ഭവതിയുടെ ജീവിതത്തിന്റെ ശോഭനമായ ചില ചിത്രങ്ങളെ ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും പകർന്നെടുത്ത് നമ്മുടെ ആത്മീയ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ ഉള്ള ഒരു ലളിതമായ ശ്രമത്തിൽ അനുവാചകരായ എൻ്റെ സഹോദരങ്ങളും സഹോദരിമാരും പൂർണ്ണാർത്ഥത്തിൽ സഹകരിച്ചുകൊണ്ട് നാളത്തേക്ക് ഉപകാരപ്പെടുന്ന ഒരു വേദിയായി നമ്മിൽ നിന്ന് അല്ലാഹു തആല സഫലീകരിച്ചു തരുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വൈവാഹിക ജീവിതം ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയോടൊപ്പമുള്ള ജീവിതത്തിന്റെ 10ാം വർഷം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 35ാം വയസ്സ്. അപ്പോഴാണ് ഫാത്തിമത്തു സഹറാ റളിയല്ലാഹു അൻഹ ജമാദുൽ ആഖിർ മാസത്തിലെ ഒരു വെള്ളിയാഴ്ചയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ചത് മുതൽ ഹിജറ പോകുന്നത് വരെ താമസിച്ചിരുന്ന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ജനിച്ചു വീഴുന്നത്. കൃത്യമായി അതിന്റെ പൊസിഷൻ പറയാൻ മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്ത് മറുവയുടെ അടുത്ത് കുറച്ചു കാലം മുമ്പ് വരെ ചെറിയൊരു ക്ലോക്ക് ടവർ ഉണ്ടായിരുന്നു. ഇപ്പോഴവിടെ വികസനത്തിന്റെ ഭാഗമായി അതൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തായിരുന്നു ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ വീട്. ചരിത്രം അങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്. ദീർഘകാലം അത് ചരിത്ര സ്മാരകമായും വിശ്വാസികളുടെ സന്ദർശന കേന്ദ്രമായും ആ സ്ഥലവും അവശിഷ്ടങ്ങളും ഒക്കെ ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഹാജിമാരുടെ ആധിക്യവും അവിടുത്തെ അധികാരികളുടെ അനിവാര്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളും കാരണം ഇന്ന് നമുക്കവിടെ കാണാനില്ല. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമത്തു സഹറാ റളിയല്ലാഹു അൻഹയുടെ പിറവി ആസ്വദിക്കുന്ന ദിവസം മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള വലിയ ഒരു അംഗീകാരത്തിന്റെ ദിവസമായിരുന്നു. കഅബാലയത്തിന്റെ പുനർനിർമ്മാണം നടന്നു. കഅബാലയത്തിന്റെ കില്ലയിലേക്ക് ഒരു അറബി പെണ്ണിന്റെ അടുപ്പിൽ നിന്ന് പടർന്നു പിടിച്ച തീ കൊണ്ട് പരിക്കുപറ്റിയപ്പോൾ പുനർനിർമ്മാണം നടത്താൻ ആരും തയ്യാറായിരുന്നില്ല. അവസാനം അല്ലാഹുവിൽ അർപ്പിച്ചുകൊണ്ട് പുനർനിർമ്മാണത്തിനിറങ്ങി. നിർമ്മാണത്തിന്റെ അവസാനം ഹജറുൽ അസ്വദ് അതിന്റെ പൂർവസ്ഥാനത്ത് പ്രതിഷ്ഠ നടത്തുവാൻ ആർക്കാണ് അവകാശം എന്നതിൽ ചൊല്ലി തർക്കമുണ്ടായി. അതിന് പരിഹാരമെന്നോണം അവർ നിശ്ചയിച്ചത് ആരാണോ ആദ്യമായി കവാടത്തിലൂടെ വരുന്നത് അവരെ നമുക്കിതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാമെന്നായിരുന്നു. അതുപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹജറുൽ അസ്വദ് സ്ഥാപിക്കുവാൻ നിശ്ചയിച്ച് മക്കയിലെ ജനങ്ങളും ഗോത്രങ്ങളും ഗോത്രാധിപന്മാരും നായകന്മാരും മുഴുവനും സർവാത്മന അംഗീകരിച്ച സമയത്താണ് ആ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജറുൽ അസ്വദ് സ്ഥാപിച്ചിട്ട് ഇറങ്ങി വീട്ടിലേക്ക് വരുമ്പോഴാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ സഹറാ എന്ന പുതിയ കുസുമം പിറവിയെടുത്തു കിടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അംഗീകാരത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള പൊന്നുമോൾ പിറന്നിരിക്കുന്നു എന്നതിന്റെ സൂചനയായിരിക്കണം ഫാത്തിമത്തു സഹറാ റളിയല്ലാഹു അൻഹയുടെ പിറവിയും ഈ സംഭവത്തിന്റെ ദിവസവും ഒരുപോലെയായി വന്നിട്ടുള്ളത്. ചരിത്രം അങ്ങനെ തുടരുമ്പോൾ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ എന്ന മാതാവിന്റെ ലാളനയിൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന പിതാവിന്റെ പരിലാളനയിൽ കഴിഞ്ഞു പോകുന്ന മഹദിയായ സഹറാ ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 4 പെൺമക്കളിൽ ഇളയത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാത്സല്യത്തിന് പാത്രീഭവിച്ച ഭവതി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടത്തോടെ ഒരുപാട് പേരുകൾ മഹദിയെ വിളിച്ചിരുന്നു. അതിൽ ഏറ്റവും വിശ്രുതമായത് ഫാത്തിമ എന്ന നാമകരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധവതിയാകാൻ വേണ്ടി നിശ്ചയിച്ചുകൊണ്ട് കൊടുത്ത പേര്. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മാതാവ് ആമിന റളിയല്ലാഹു അൻഹയുടെ വിയോഗാനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ട സേവനങ്ങൾ ചെയ്ത അലി റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ മഹദിയുടെ ഓർമ്മ
ഒരിക്കൽ കൂടി വരാനാണ് പ്രിയപ്പെട്ട മകൾക്ക് ഫാത്തിമ എന്ന് പേര് വെച്ചതെന്ന് ഒരു പറ്റം ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ട പൊന്നുമോൾ വാത്സല്യത്തോടെ നല്ല കുറെ പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചിട്ടുണ്ട്. ഫാത്തിമത്തു സുഹ്റാ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ച അന്ന് അഭിധേയമായി ഉപയോഗിച്ചിരുന്ന 9 പേരുകൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. ഒന്നാമതായി അസ്സഹ്റാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പുഷ്പം. അതല്ലെങ്കിൽ മഹദി അവറുകളുടെ മനോഹരമായ സൗന്ദര്യമാർന്ന വെള്ള നിറത്തെ പ്രതിനിധാനം ചെയ്യുന്ന പേരാണ്. എന്നാൽ പിൽക്കാലത്ത് അലി സൈനുൽ ആബിദീൻ പ്രിയപ്പെട്ട ഇമാം അൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട ഉമ്മാക്ക് സഹ്റാ എന്ന് വിളിക്കാനുള്ള കാരണം? ഉടനെ മഹാനവറുകൾ പറഞ്ഞ മറുപടി, യസ്ഹു നൂറുഹാ ലിഅഹ്ലിസ് സമാഇ, ആകാശവാസികൾക്ക് സഹ്റാഇന്റെ പ്രഭാവം മനോഹരമായി അവർ ആസ്വദിക്കുകയാണ്. ആകാശത്തെ നക്ഷത്രത്തെ ഭൂമിയിലുള്ള ആളുകൾ അനുഭവിക്കുന്നത് പോലെ ഭൂമിയിലെ നക്ഷത്രത്തെ ആകാശവാസികളായ ആളുകൾ അനുഭവിക്കുകയാണ്. അത്രയും മനോഹാരിതയെ പ്രതിനിധാനം ചെയ്യുന്നതിനാണ് സഹ്റാ എന്ന് പേര് വച്ചിരുന്നത് എന്നും ഇമാം നസായി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ നിവേദനം ചെയ്യുന്ന റിപ്പോർട്ടുകളിൽ കാണാം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ച മറ്റൊരു പേര് അൽ ബത്തൂൽ എന്ന പേരായിരുന്നു. ബത്തൂൽ എന്ന് പറഞ്ഞാൽ അന്നിസാഉൽ മുൻഖതിഅതു അനിദ് ദുനിയ ഇലല്ലാഹി തആല, അല്ലാഹുവിലേക്ക് ഭൗതികമായ താല്പര്യങ്ങളിൽ നിന്ന് മുഴുവനും വിട്ട് അല്ലാഹുവിലേക്ക് താല്പര്യം വെച്ച് ജീവിക്കുന്നവൾ എന്നാണ് ബത്തൂൽ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം. ഇതേ പേരു തന്നെ ബഹുമാനപ്പെട്ട മറിയം റളിയല്ലാഹു അലൈഹസ്സലാം ഭവതിയുടെ പേരിലും ഉപയോഗിക്കുകയാണ്. വിശുദ്ധവതി, അനാശാസ്യതകളിൽ നിന്ന് മുഴുവനും വിട്ടുനിൽക്കുന്നവൾ, നല്ലതിലേക്ക് മാത്രം ചേർന്നു നിൽക്കുന്നവൾ എന്നൊക്കെ അർത്ഥമുള്ള ബത്തൂൽ എന്ന പേർ ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് വിളിച്ചിരുന്നു. എന്നാൽ മറ്റൊരു നിവേദനത്തിൽ കാണാം, ഉമർ ഇബ്നു അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലം തറ ഹുംറതൻ ഖത്തു, ഒരിക്കലും ആർത്തവം ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്കും അതുപോലെ തന്നെ ഫാത്തിമത്തു സുഹ്റാ റളിയല്ലാഹു അൻഹയ്ക്കും അഴുക്കുരക്തം, ആർത്തവത്തിന്റെ അവസ്ഥ ഉണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രസവമെടുത്ത സൂതികർമ്മിണിയായ പെണ്ണ് പറയുന്നു, ജനിച്ച ഉടനെ ഞാൻ കുഞ്ഞിനെ എടുത്ത് ചുംബനം കൊടുക്കാൻ ചെല്ലുമ്പോ ഒരഴുക്കും ഒരു രക്തത്തിന്റെ അടയാളവും കുഞ്ഞിനുണ്ടായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹുവിലേക്ക് സുജൂദ് ചെയ്യുന്നവരായി വാനലോകത്തെ വിചാരത്തിലേക്ക് ഉലിദൽ ഹുദാ ഫൽ കായിനാതു ദിയാഉ വഫമുസ് സമാനി തബസ്സുമുൻ വസനാഉ അർറൂഹു വൽ മലഉൽ മലായികു ഹൗലഹു ജിബ്രീലു റവാഹുൻ ബിഹാ ഗദ്ദാഉ. സന്മാർഗം പിറവിയെടുത്തിരിക്കുന്നു, വാനലോകത്ത് ആഘോഷങ്ങൾ അരങ്ങേറിയിരിക്കുന്നു, കാലത്തിന്റെ കവിളിൽ പാൽപുഞ്ചിരിയും ലോകത്തിന്റെ അധരങ്ങളിൽ സ്തുതിഗാനങ്ങളും നിറഞ്ഞിരിക്കുന്നു എന്ന് അഹ്മദ് ഷൗഖിയുടെ ഹംസിയത്തുൻ നബവിയ്യയിൽ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മസമയത്തുള്ള അസാധാരണവും അതുപോലെ തന്നെ അതിവിശിഷ്ടവുമായ സംഭവങ്ങളുടെ തുടർച്ചയായി ഫാത്തിമത്തു സുഹ്റാ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലും ജന്മത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകതകൾ വെച്ചിട്ടുണ്ടാകണം. കാരണം സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗസ്ഥരായ സ്ത്രീകളുടെ നേതാവാണ്. രാഷ്ട്രീയത്തിന്റെ അമരത്തിരുന്ന് ഭൗതികാധികാരത്തിന്റെ അസംബ്ലികളിലേക്ക് പോകാൻ ഇഷ്ടപ്പെട്ടവരല്ല. ആത്മീയതയുടെ തേരിൽ കയറി പുണ്യപ്രവാചകർക്ക് സേവനം ചെയ്ത് സ്വർഗസ്ഥരായ സ്ത്രീകളുടെ നേതൃത്വമായി മാറിയ ഫാത്തിമത്തു സുഹ്റാ റളിയല്ലാഹു അൻഹയിൽ അത്തരം പ്രത്യേകതകൾ ഇല്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. ഏതായാലും ബത്തൂൽ എന്ന പേർ ഭവതി അവർക്കുണ്ടായിരുന്നു. ത്വാഹിറ, സക്കിയ, റാളിയ, മർദിയ തുടങ്ങിയ പേരുകളെല്ലാം ഉണ്ടായിരുന്ന മഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചിരുന്നു പലപ്പോഴും ഉമ്മു അബീഹാ, സ്വന്തം പിതാവിന്റെ മാതാവ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
പ്രിയപ്പെട്ട മാതാവ് ചെറുപ്പത്തിലെ വഫാത്തായി പോയി. മാതൃലാളനയുടെ സ്പർശം നീണ്ടകാലം ലഭിക്കാൻ ഹബീബിന് നിയോഗമുണ്ടായില്ല. പിന്നീടൊരു മാതാവിനെ പോലെ 25 വയസ്സിലാണെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നിന്ന ഖദീജത്തുൽ കുബറ റളിയല്ലാഹു അൻഹ അധികം വൈകാതെ യാത്രയായി. ഇനി ഒരു മാതാവിനെ പോലെ സാന്ത്വനമേകി സമാധാന സ്പർശം നൽകി പരിലാളനയുടെ മനോഹരമായ ചിത്രങ്ങൾ സമ്മാനിക്കാൻ ഭാഗ്യം കിട്ടിയ പൊന്നുമോൾ എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഉമ്മു അബീഹ എന്ന പ്രയോഗം നടത്തിയിട്ടുണ്ട്. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ധന്യ മുഹൂർത്തങ്ങളെയും കണ്ടറിയുകയും കൂടെ നിൽക്കുകയും ചെയ്ത മഹദി. ഈ ചരിത്രത്തിന്റെ നാൾ വഴി ഇങ്ങനെ പറഞ്ഞാൽ എവിടെ എത്തുമെന്ന് എനിക്കറിയില്ല. ഏതായാലും നമുക്ക് സഞ്ചരിച്ചു നോക്കാം. ഇടയിൽ ഒരുപാട് അധ്യായങ്ങളെ ഞാൻ ഒഴിവാക്കേണ്ടി വരും, നിങ്ങൾക്കു തന്നെ അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വ പ്രഖ്യാപനത്തിന് സാക്ഷിയായ മഹദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വ പ്രഖ്യാപനത്തെ തുടർന്നുള്ള ഇസ്ലാമിക മുന്നേറ്റങ്ങളുടെ വഴിയിൽ കാരിരുമ്പുകളും കനൽപദങ്ങളും മാനം മുട്ട ഉയർന്നു നിന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷമസന്ധികളിൽ വീട്ടിലിരുന്ന് ദുഃഖം പങ്കുവച്ച മഹദി. പക്ഷേ ഒരുപാട് രംഗങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട്, എല്ലാം ഇവിടെ പറയുന്നില്ല. ഒരു ദിവസം കുഞ്ഞുമോൾ സഹ്റാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കുകയാണ്. പ്രിയപ്പെട്ട ഉമ്മയോട് ദുഃഖങ്ങൾ പങ്കുവെക്കാറുണ്ട്. ഉമ്മയോട് പറയും, ഉമ്മ, എന്താണ് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് ഇങ്ങനെയൊക്കെ എതിരാളികൾ വരുന്നത്? അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ പറയും, മോളെ വിഷമിക്കേണ്ടതില്ല. ഉപ്പാന്റെ ദൗത്യം അള്ളാഹുവിന്റെ പവിത്രമായ മതത്തെ മാനവികതയുടെ മനതലങ്ങളിൽ അടയാളപ്പെടുത്തലാണ്. ലോകത്തെ തിരുത്തേണ്ട നായകൻ, കാലത്തെ മാറ്റി എഴുതേണ്ട പരിഷ്കർത്താവ്, മാനവികതയുടെ അഭിമാനമുയർത്തേണ്ട നേതാവ്, ലോക ചരിത്രത്തിലെ ഏറ്റവും ശോഭനമായ ചിത്രം വരയ്ക്കേണ്ടവർ. അതുകൊണ്ട് മോളെ ക്ഷമിക്കണം, വാപ്പ ഇതെല്ലാം അതിജീവിക്കേണ്ട നേതാവാണ് എന്ന് പലപ്പോഴും സാന്ത്വനം കൊടുക്കാറുണ്ട്. പക്ഷേ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹയുടെ ഹൃദയത്തിൽ നിന്ന് മാറാത്ത ഒരു ചിത്രം, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബാലയത്തിന്റെ മണിമുറ്റത്തേക്ക് ചെല്ലുമ്പോ പലപ്പോഴും ആക്ഷേപത്തിന്റെയും ഹാസ്യത്തിന്റെയും വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കുന്നു. അവിടെയെല്ലാം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ക്ഷമിക്കുകയാണ്. എന്നാൽ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബാലയത്തിന്റെ മണിമുറ്റത്തേക്ക് ചെല്ലുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിലേക്ക് ഇസ്ലാമിന്റെ എതിരാളികൾ ഒട്ടകത്തിന്റെ കുടൽമാല വലിച്ചിട്ടു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുജൂദിൽ നിന്ന് ഉയരാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ട പൊന്നുമോൾ സഹ്റാ അറിയുകയാണ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലോക ഗുരുവിന്റെ അള്ളാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്ത് കിടക്കുന്ന അവസ്ഥയിൽ ചീഞ്ഞുനാറിയ ഒട്ടകത്തിന്റെ കുടൽമാല വലിച്ചു കൊണ്ടുവന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിൽ വലിച്ചിട്ടപ്പോ സഹിക്കാൻ കഴിയാതെ ഓടി വന്ന പൊന്നുമോൾ ആരോഗ്യം മുഴുവനും എടുത്ത് കഴുത്തിൽ നിന്ന് വലിച്ചു മാറ്റിയിട്ട് ഹൃദയഭേദകമായ പ്രാർത്ഥനയാണ്, പടച്ചവനെ, എന്റെ ഉപ്പാനെ ഇങ്ങനെ വേദനിക്കുന്നവർക്ക് ശാപവർഷം ചൊരിയണമേ എന്ന് പറഞ്ഞുകൊണ്ട് സഹ്റാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ത്യാഗസുരഭിലമായ ഒരു അവസ്ഥയ്ക്ക് സാക്ഷിയാവുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അനുവാചകരെ, ക്ഷമിക്കണം, ഇതിലേക്ക് തൽക്കാലം ഞാൻ കടക്കുന്നില്ല. ഈ രംഗത്തെ വളരെ മനോഹരമായി, അല്ലെങ്കിൽ വേദനാജനകമായി, ഹൃദയഭേദകമായി കാലത്തിന്റെ മുമ്പിലേക്ക് അവതരിപ്പിച്ച ഒരുപാട് ആളുകൾ, ഈ വിഷയത്തെ മാത്രം അവതരിപ്പിച്ചുകൊണ്ട് സ്വതന്ത്ര രചന നടത്തിയവർ, മലയാളത്തിൽ കവിത എഴുതിയവർ, അമുസ്ലിങ്ങളായ സാഹിത്യകാരന്മാർ എല്ലാം ഉണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ ഈ അധ്യായം അങ്ങോട്ട് വ്യാപിച്ചാൽ സഹ്റാന്റെ ജീവിത വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വത്സലയായ മകളെ എപ്പോഴും സ്നേഹിക്കുകയാണ്. ഏത് മനോഹരമായ മുഹൂർത്തമെത്തിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുന്നത് പ്രിയപ്പെട്ട പൊന്നുമോളെയാണ്. ഒരിക്കൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അള്ളാഹുവിന്റെ വിശുദ്ധമായ വചനം വന്നു, വഅൻദിർ അശീറതകൽ അഖറബീൻ, ഓ പുണ്യ നബിയെ, അവിടുത്തെ അടുത്ത ബന്ധുക്കളെ അള്ളാഹുവിന്റെ താക്കീത് അറിയിക്കുകയും അവന്റെ മുന്നറിയിപ്പ് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. അള്ളാഹുവിന്റെ കൽപ്പനയെ ഉടനെ സ്വീകരിക്കുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഖറജ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുനാദി ബിസൗത്തിൻ ആൽ. ഉയർന്ന സ്വരത്തിൽ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി. ഫഖറജത് ഖുറൈശുൻ ഇലൈഹി. ഖുറൈശികൾ മുഴുവനും ആ ശബ്ദം കേട്ടിടത്തേക്ക് വന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ വാപ്പയുടെ ശബ്ദം കേൾക്കുന്നിടത്തേക്ക് ശ്രദ്ധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു, യാ മഅ്ശറ ഖുറൈശ്, ഓ ഖുറൈശികളെ, യാ ബനി അബ്ദി മനാഫ്, അല്ലയോ അബ്ദു മനാഫുകാരെ, അല്ലയോ അബ്ദുൽ മുത്തലിബിന്റെ കുടുംബക്കാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗോത്രത്തിലുള്ളവരെ, നിങ്ങൾക്കാർക്കും ഒരു ഗുണവും ചെയ്യാൻ തൗഹീദിന്റെ അമരവൃത്തത്തിലേക്ക് വരാതെ എന്റെ ബന്ധം കൊണ്ട് അല്ലെങ്കിൽ കേവലമായ താല്പര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ പരലോകത്തിന്റെ കാര്യത്തിൽ സുരക്ഷ ഉറപ്പുവരുത്തണം. ഇങ്ങനെ ഗൗരവതരമായ പ്രഖ്യാപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കും പറഞ്ഞു കൊടുക്കുമ്പോ, വയാ ഫാത്തിമ ബിൻത് മുഹമ്മദ്, ഓ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളായ ഫാത്തിമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുകയാണ്, അല്ലയോ മുഹമ്മദ് നബിയുടെ മകളായ ഫാത്തിമ, സലീനി മാ ശിഅ്തി മിൻ മാലി, ആവശ്യമുള്ള സ്വത്ത് മോളെ ചോദിച്ചുകൊള്ളൂ. പക്ഷേ അല്ലാഹുവിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു വിപത്ത് വന്നാൽ എനിക്ക് തടയാൻ പറ്റില്ല. അൻകി മിനല്ലാഹി ശൈആ ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈആ. അല്ലാഹുവിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു വിപത്തിനെ, ഒരു ശാപത്തെ, ഒരു കഷ്ടത്തെ തടുത്തു നിർക്കാൻ കഴിയില്ല. അതുകൊണ്ട് മാന്യമായി ജീവിച്ച് സത്യസന്ധമായ ജീവിതം പുലർത്തി അല്ലാഹുവിൽ ഏകനായ പടച്ചവനിൽ വിശ്വസിച്ചു കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് ഭവതിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിക്കുന്നു. ഇവിടെ ഒരു മനോഹരമായ മുഹൂർത്തമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ വിളിക്കേണ്ട പ്രതിനിധി ആരാണ്? മറ്റു 3 പെൺമക്കളുടെ ഉപ്പയാണ്. പ്രിയപ്പെട്ട ഭാര്യ വീട്ടിലുണ്ട്, അവരെ ഒക്കെ വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ ലോകഗുരുവായ പുണ്യപ്രവാചകർക്കറിയാം, എന്റെ പരമ്പരയുടെ നായകി, ഈ ലോകാവസാനം വരെയുള്ള എന്റെ പേരമക്കളുടെ മുഴുവനും മാതാവ്, എന്റെ കുടുംബത്തിലേക്ക് 1000 സാദാത്തുക്കളെ ചേർത്തു തരുന്ന കണ്ണി, യാ ഫാത്തിമ ബിൻതി നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമയാണ്. അതുകൊണ്ട് ഫാത്തിമത്തു സഹറായിനെ ആണിവിടെ വിളിച്ചു പറയേണ്ടതെന്ന് ഹബീബിനറിയാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയാണ് ഉലകമാകമാനം ചമഞ്ഞൊരുങ്ങി നിൽക്കുന്നത്. വാനലോകം മുഴുവനും മിന്നിത്തിളങ്ങുന്ന നക്ഷത്ര ശോഭയോടെ നിൽക്കുന്നത് മദീനയിലെ രാജാവിന്റെ താഴികക്കുടത്തിന് അലങ്കാരം നൽകാനാണ്. ഭൂമി അതിന്റെ മഹിതമായ താളത്തോടെ നിൽക്കുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താങ്ങിക്കിടത്താനാണ്. അന്തരീക്ഷം അതിന്റെ അവാച്യമായ ഘടനയിൽ നിലകൊള്ളുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശങ്ങളെ ആവഹിക്കാനാണ്. എന്റെ വകയല്ല. ദഹൻ മേ ജബാൻ തുമാരേ ലിയേ, ബദൻ മേ ഹെ ജാൻ തുമാരേ ലിയേ, ഹം ആയേ യഹാ തുമാരേ ലിയേ, ഉഠേ ഭി വഹാ തുമാരേ ലിയേ. ഓ പ്രവാചക പ്രഭോ, ഞങ്ങളുടെ ശരീരത്തിൽ, ഞങ്ങളുടെ വായിൽ നാവുള്ളത് ഹബീബിന്റെ പ്രകീർത്തനത്തിന് വേണ്ടിയാണ്. ഞങ്ങളുടെ ശരീരത്തിൽ ജീവനുള്ളത് അങ്ങയ്ക്ക് വേണ്ടി സമർപ്പിക്കാനാണ്. ഞങ്ങൾ ഈ ലോകത്തേക്ക് വന്നത് അവിടുത്തെയുടെ അനുയായികളായി ജീവിക്കാനാണ്. ഞങ്ങൾ നാളെ പരലോകത്ത് പുനർജനിക്കപ്പെടുന്നത് അവിടുത്തെ ശുപാർശയുടെ പിന്നിൽ നിന്ന് സ്വർഗസ്ഥരാകാനാണ്. എല്ലായിടത്തും ഞങ്ങളെ ഏറ്റെടുക്കാനുള്ള ലോകഗുരുവായ പുണ്യപ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി. പ്രിയപ്പെട്ട അനുവാചകരെ, നമ്മുടെ ഈ ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നിന്ന് നാം ഉയർത്തുന്ന സ്വലാത്തിന്റെ മനോഹരമായ പ്രകമ്പനങ്ങൾ മദീനയുടെ അന്തരീക്ഷത്തിൽ ഗുംബദെ ഖസ്റാഇന്റെ ഉള്ളിൽ കിടക്കുന്ന ഹബീബിന്റെ കവാടത്തിൽ ആദരണീയമായി എത്തിച്ചേരണം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാനിന്റെ പവിത്ര രാവിൽ ഇവിടെ ഇരുന്ന് വിളിക്കുന്ന അഭിവാദനത്തിന്റെ വിശുദ്ധ വജസ്സുകൾ, അനുഗ്രഹത്തിന്റെ മലക്കുകൾ വഹിച്ചു കൊണ്ടുപോകും ഇലാ ജനാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹദിയായ ഫാത്തിമ സഹറ റളിയല്ലാഹു അൻഹയെ വിളിക്കുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും വരും പൊന്നുമോളെ പ്രതിനിധിയായി വിളിക്കാൻ. നമുക്കെല്ലാവർക്കും അറിയാം, മഖ്സൂമി ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് മോഷണം നടത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരികളായ ചിലർ ശുപാർശയ്ക്ക് വേണ്ടി വന്നു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാചകം എത്ര മനോഹരമാണ്, ലോകത്തിന്റെ മുമ്പിലേക്ക് എഴുതി വെക്കേണ്ടതാണ്.
എന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ കട്ടാലും മഅദല്ലാഹ്, ഫാത്തിമയിലേക്ക് അങ്ങനൊന്ന് ചേർത്തു പ്രയോഗിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ ഹബീബ് പറഞ്ഞ വാചകം ആ വിഷയത്തിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്താനാണ്. എന്റെ മകൾ ഫാത്തിമയാണ് മോഷണം നടത്തുന്നതെങ്കിലും അവരുടെ കൈ മുറിക്കുമെന്ന പ്രഖ്യാപനം നടത്തുന്നത് ലോക റിപ്പബ്ലിക്കുകളുടെയും നിയമ പുസ്തകങ്ങളുടെയും വിരിമാറിലേക്കുള്ള ഒരു പ്രഖ്യാപനമാണ്. കർണാടകയിലെ കനിമൊഴി അഴിക്കുള്ളിൽ കിടക്കുമ്പോ കരുണാനിധിയുടെ വിരിമാറിലേക്ക് മദീനയിൽ നിന്നുള്ള ചാട്ടുളിയാണ് എന്റെ മകൾ ഫാത്തിമ കട്ടാലും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുമെന്ന്. താനുകാലിക വാർത്തകൾ വായിക്കുന്നവരെ, ഈ പ്രയോഗത്തിന് എത്ര കൃത്യതയുണ്ട്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ നായകരാണ്. എന്റെ മകളാണ് അബദ്ധത്തിൽ വരുന്നതെങ്കിലും നിയമത്തിന്റെ മുമ്പിൽ വിട്ടുവീഴ്ചയില്ല. ഇതിവിടെ മുഖ്യമന്ത്രിമാർ പഠിക്കേണ്ടത്, പ്രധാനമന്ത്രിമാർ വായിക്കേണ്ടത്, രാഷ്ട്രശില്പികൾ കാണാതെ പഠിച്ചിരിക്കേണ്ടത്, ലോക നിയമ പുസ്തകങ്ങൾക്ക് വേണ്ടി പേനയെടുക്കുന്നവർ ആദ്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട നിയമം. വരാം, സഹറായിനെ ഹബീബ് വിളിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ചെല്ലും, ദുഃഖങ്ങളെല്ലാം സഹറായിനോട് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊന്നുമോളെ കളിപ്പിക്കും. പ്രിയപ്പെട്ട ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാരമേറിയ ജീവിതം, വേദനയേറിയ പ്രതിസന്ധികൾ, എല്ലാത്തിനും സാന്ത്വനം കൊടുക്കുമ്പോ കൂടെ നിന്നുകൊണ്ട് ഒത്താശ ചെയ്യുന്ന പൊന്നുമോൾ. 4ാമത്തെ വർഷമായി. റമളാൻ മാസമാഗതമായപ്പോ ഫാത്തിമയുടെ മുമ്പിലേക്ക് ഒരു സന്തോഷ വാർത്ത. ചില ഖുറൈശി പ്രമുഖർ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അവർക്കൊരു ചെറിയ ചാഞ്ചല്യമുള്ളതുപോലെ, പക്ഷേ അത് നീണ്ടു നിന്നതായിരുന്നില്ല. അതിനെ കവച്ചു വെക്കുന്ന സത്യനിഷേധികൾ അതിനെ ഇല്ലായ്മ ചെയ്തു. അതുകൊണ്ട് അതിന്റെ റിസൾട്ട് കൂടുതൽ കാലമുണ്ടായില്ല. കുറച്ചു ദിവസം കൂടി കഴിഞ്ഞു. പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ കിടക്കയിലാണ്, രോഗിണിയായി കിടക്കുന്നു. ഉപ്പ വന്ന് പരിചരിക്കുന്നു, അടുത്തിരുന്നു കരയുകയാണ്. അൽ ബത്തൂൽ അസ്സഹറാ ഫാത്തിമ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ രോഗിണിയായി കിടക്കുകയാണല്ലോ. പരിചരണം നടത്തുന്ന ഉപ്പാന്റെ വേദന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താങ്ങും തണലുമായ പ്രിയപ്പെട്ട എന്റെ ഉമ്മ ഇതാ വളരെ രോഗശയ്യയിൽ കിടക്കുകയാണ്. അധികം വൈകിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവിൾത്തടത്തിലൂടെ കണ്ണീർ ചാലുകൾ അടർന്നു വീണു. അധരങ്ങളിൽ നിന്ന് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് നോക്കി അടുത്തു നിൽക്കുകയാണ് സഹറാ. ഇവിടെയാണ് ഉമ്മു അബീഹ എന്ന പദവിയിലേക്ക് ഫാത്തിമ ഉയരുന്നത്. എന്റെ ഉമ്മയില്ല, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, ലോകത്തിന്റെ നേതാവായ പ്രവാചകൻ ചെന്ന് സങ്കടം പറയാൻ എന്റെ ഉപ്പാന്റെ ഉമ്മയില്ല, എന്റെ ഉമ്മയാകുന്ന ഭാര്യയില്ല. ഇനി ഞാനൊരു മകളെപ്പോലെ വീട്ടിൽ കൂടിയാൽ പോരാ, ഈ കുടുംബത്തിന്റെ മുഴുവനും ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കണം. എന്റെ ജ്യേഷ്ഠത്തി റുഖിയ്യ, അവൾ ഇവിടെ ഡ്യൂട്ടി ചെയ്യേണ്ടവളായിരുന്നു. പക്ഷേ ഉമ്മു ജമീൽ എന്ന വായാടി പെണ്ണിന്റെ ദുരന്തം കൊണ്ട് എന്റെ പ്രിയപ്പെട്ട റുഖിയ്യ എത്യോപ്യയിലേക്ക് പലായനത്തിന് പോയിരിക്കുകയാണ്. അവൾ ഇവിടെ ഇല്ല. സൈനബിന് ഇത് താങ്ങാൻ കഴിയില്ല, ഉമ്മു കുൽസൂമിന് ഇത് ഏറ്റെടുക്കാൻ കഴിയില്ല. കാരണം ഉമ്മാന്റെ ചാരം ചേർന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചൂരും ചൂടുമടിച്ചുകൊണ്ട് ജീവിച്ച എനിക്ക് ഈ കുടുംബത്തിന്റെ നായകത്വം ഏറ്റെടുക്കാൻ പറ്റൂ. സഹറ തിരിച്ചറിയുകയാണ്. ആ സമയം മുതലാണ് മറ്റു 3 പെൺമക്കളെക്കാൾ 4ാമത്തെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹാ പ്രിയപ്പെട്ട ഉപ്പാക്ക് ഒരു ഉമ്മ നൽകേണ്ട പരിലാളന, ഒരു സാന്ത്വനം, ഒരു സമാധാനം എല്ലാം നൽകിക്കൊണ്ട് ചരിത്രത്തിലേക്ക് കടന്നു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു. സദാ സേവന സന്നദ്ധയായി കൂടെ കഴിയുകയാണ്. അല്പം നാളുകൾ നീണ്ടു. ഫാത്തിമ തിരിച്ചറിഞ്ഞു, എന്റെ ഉമ്മയ്ക്ക് ശേഷം എന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് ഒരു കൂട്ടുകാരി ഉണ്ടാകുന്നത് പ്രത്യക്ഷത്തിൽ ചിന്തിച്ചാൽ ദുഃഖമുള്ള കാര്യമാണ്. പക്ഷേ അരമനയിൽ ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ എനിക്കും പരിധിയുണ്ട്. ഞാൻ വളർന്നു വരുന്നു, എനിക്കും ഒരു ജീവിതത്തിന്റെ വഴി വേറെ വരേണ്ടതുണ്ട്. അപ്പോഴാണ് സൗദാ ബിൻത് സംആ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിയായി കടന്നു വരുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹാ മുഖലക്ഷണം മാറ്റിയില്ല, വാത്സല്യത്തോടെ അടുത്തു നിന്നു. എന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് സമാധാനം നൽകാൻ, ഉമ്മയുടെ സ്ഥാനത്ത് നിൽക്കാൻ ഒരാൾക്കും കഴിയില്ല. പക്ഷേ അല്പമെങ്കിലും സമാധാനം കൊടുക്കാൻ സൗദാ ബിൻത് സംഅയ്ക്കു കഴിഞ്ഞാൽ അതെന്റെ എളാമ്മയാണ്. ബഹുമാനപ്പെട്ട ഫാത്തിമ സഹറ റളിയല്ലാഹു അൻഹ ഏറ്റെടുത്തു. ആ അല്പ ദിവസം കഴിഞ്ഞപ്പോഴാണ്
എത്യോപ്യയിൽ നിന്ന് വരുന്നു റുഖിയ എന്ന സഹോദരി, ജ്യേഷ്ഠത്തി വരുന്നു. വീടിന്റെ വാതിൽക്കലേക്ക് വന്നിട്ട്, ഓ ഫാത്തിമ, വാപ്പ എവിടെ, ഉമ്മ എവിടെ? ഫാത്തിമത്തുൽ ബത്തൂലിന്റെ കണ്ണ് നിറഞ്ഞൊലിക്കാൻ തുടങ്ങി. പക്ഷേ നിയന്ത്രിക്കാതിരിക്കാൻ വയ്യ. അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ഉപ്പ എത്യോപ്യയിൽ നിന്ന് വന്ന പലായനം കഴിഞ്ഞ് വന്ന ആളുകളെയൊക്കെ സ്വീകരിക്കാൻ അപ്പുറത്തേക്ക് പോയതാണ്. ഉമ്മയുടെ കാര്യം, വാക്കുകൾ മുറിഞ്ഞുപോയി. റുഖിയ വിഷയങ്ങൾ വായിച്ചെടുത്തു. അധികം ചോദിച്ച് വേദനിപ്പിച്ചില്ല. ബഹുമാനപ്പെട്ട റുഖിയ റളിയല്ലാഹു അൻഹയുടെ ആഗമനത്തിന്റെ വേദന, അഥവാ പ്രിയപ്പെട്ട സഹോദരി വന്നതിൽ സന്തോഷമുണ്ട്. പക്ഷേ കണ്ടിട്ട് യാത്ര പറഞ്ഞു പോയ ഉമ്മ തിരിച്ചു വരുമ്പോഴില്ലാത്തതിന്റെ വേദന അതിന്റെ കൂടെ നിന്നുകൊണ്ട് പങ്കുവെക്കുകയാണ്. അതേ വർഷം തന്നെയാണ് മെഹറാജ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ എണ്ണാനേ എനിക്ക് കഴിയൂ, എന്നോട് ക്ഷമിക്കണം. ഇതൊരു 4-5 ദിവസത്തെ പരമ്പരയായിരുന്നു സഹറ എങ്കിൽ നമുക്ക് അല്പമൊക്കെ ഈ ചരിത്രത്തോട് നീതി പുലർത്താമായിരുന്നു. അതേ വർഷമായിരുന്നു മെഹറാജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭൂമിയിൽ വേദനിച്ചപ്പോ ആകാശത്ത് സ്വീകരണം ഏർപ്പെടുത്തിയ മെഹറാജ്, മാനവും ഭൂമിയും തമ്മിൽ അടക്കം പറയാനുള്ള മെഹറാജ്, ആകാശത്തിന്റെ അധികാരിയായ അള്ളാഹുവിലേക്ക് സർവ്വതും സമർപ്പിക്കാൻ ഭൂമിയിൽ സുജൂദ് ചെയ്യുവാനുള്ള കൽപ്പനയുടെ ആഘോഷം, അതാണ് നിസ്കാരമെന്ന സമ്മാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മെഹറാജ് ആകാശ ലോകത്തേക്ക് അംഗീകാരം, സ്വീകരണം മാത്രമല്ല, വഹുവ ബിൽ ഉഫുഖിൽ അലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ ഭവനം അൽ അലാ എന്ന ഉന്നതങ്ങളിലാണ്. അവിടെ നിന്ന് 63 കൊല്ലത്തെ ഭൂമി സന്ദർശനത്തിന് വന്നതാണ് തിരുനബി. എന്റെ ഭാഷയെ നാളെ ആരും വളച്ചൊടിക്കല്ലേ, ചരിത്രം കൃത്യമായി വായിക്കണം, ആത്മീയതയുടെ ഭാഷ അറിയണം. അൽ അലാ എന്ന ഉന്നതിയിൽ നിന്ന് 63 കൊല്ലത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ഭൂമിയിലേക്ക് വന്ന നേതാവ്. വിഷമിക്കുന്ന സമയത്ത് നമ്മളൊക്കെ പറയും, ഒന്ന് വീട്ടിൽ പോയിട്ട് വരാം. അതുപോലെ ഹബീബിന്റെ വീട്ടിലേക്ക് പോയതാണ് അൽ അലായിലേക്ക്. കാരണം എന്തേ? ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം, അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കി, വതവസ്സല ബിഹി ആദമു വഫ്തഖറ ബികൗനിഹി വാലിദാ. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം തവസ്സുലാക്കി, അല്ലാഹുവേ, എന്റെ പക്കൽ നിന്ന് വന്നുപോയ വീഴ്ചയെ നീ വിട്ടുവീഴ്ച ചെയ്യണമേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് കൊണ്ട്. ഇബ്നു തൈമിയ്യയുടെ ശിഷ്യൻ ഇബ്നു കസീറിന്റെ അൽ ബിദായ വന്നിഹായ 1-ാം വാള്യം 110-ാമത്തെ പേജിൽ അത് എഴുതിയിട്ടുണ്ട്. അതുപോലെ നിരവധി ചരിത്രകാരന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭാവത്തെ കുറിച്ചുള്ള നൂറുൽ ബിദായാത്തി വളൗഉൻ നിഹായാത്ത് എന്ന ഗ്രന്ഥത്തിലുണ്ട്. അതുപോലെ ഗ്രന്ഥങ്ങൾ ഒരുപാട് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാനലോകത്തെ അർശ് ഹഖ് മസ്നദേ റിഫഅത്ത് റസൂലുള്ളാഹി കി ഫർശ് ഹഖ് മസ്നദേ റിഫഅത്ത് റസൂലുള്ളാഹി കി. ആകാശലോകത്തെ ആദരവുകളും ഭൗമലോകത്തെ സമ്മതങ്ങളും അന്തരീക്ഷത്തിന്റെ മുഴുവൻ ആദരവുകളും മദീനയിലെ രാജാവിന്റെ കാൽപ്പെരുമാറ്റത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ സഹറാ റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട ഉപ്പ യഥാർത്ഥ വീട്ടിലേക്കൊന്ന് പോയതാണ്. അതല്ലേ വഫാത്തിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന് പോയപ്പോൾ അതാ പരിചയപ്പെടുത്തുന്നു, വഹുവ ബിൽ ഉഫുഖിൽ അലാ. വഫാത്തിന്റെ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, അർറഫീഖൽ അലാ, എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യം കഴിഞ്ഞിരുന്നു. ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് അൽഹംദുലില്ലാ പ്രവാചക ചരിത്രം പറയുന്ന പരമ്പരകളിലുണ്ട്. ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, മോളെ, ഞാൻ ഇന്നലെ രാത്രിയിൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇന്നാലിന്ന സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചിട്ട് വരികയാണ്. ആ സുവിശേഷം ഏറ്റുവാങ്ങാൻ വീട്ടിലുണ്ടായിരുന്നത് പൊന്നുമോൾ അൽ ബത്തൂൽ അസ്സഹറ ആയിരുന്നു. എത്ര ഭാഗ്യവതിയാണ് പെങ്ങളെ ഫാത്തിമത്തു സഹറ. നിങ്ങളേതോ താൽക്കാലിക നടികളുടെ മേനിമിടിപ്പുകളും അവരുടെ ശരീരചലനങ്ങളും അവരുടെ ഫേഷ്യൽ ക്രീമുകളും കണ്ട് ജീവിതത്തെ ഹോമിക്കുകയാണോ? സ്വർഗീയ രാജ്ഞിയുടെ വിശേഷങ്ങൾ കേട്ടറിയണം പെങ്ങളെ. ആ ജീവിതത്തോട് സ്വന്തം ജീവിതത്തെ ചേർത്തു വെക്കാൻ ശ്രമിക്കണം സഹോദരി. കടന്നു വരിക. താൽക്കാലിക സിനിമ ആക്ട്രസുകളുടെ ജീവിതത്തിന്റെ വഴിയിൽ നിന്ന് ഫേഷ്യൽ ക്രീമുകളെയും അതുപോലെ നിങ്ങളുടെ മുഖം മിനുക്കികളെയും ഒപ്പിയെടുക്കാനല്ല, സ്വർഗത്തിലേക്ക് നടന്നുപോയ രാജ്ഞിയുടെ വഴിയിലൂടെ നടന്ന് നാളെ സ്വർഗത്തരാകാനാണ് പെങ്ങളെ ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് വരാം അൽ ബത്തൂൽ അസ്സഹ്റാ ഫാത്തിമ റളിയല്ലാഹു അൻഹാ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുവിശേഷം അറിഞ്ഞു, മക്കക്കാരുടെ നിഷേധം അറിഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസ്താവന അറിഞ്ഞു, എല്ലാം അറിഞ്ഞ് വീട്ടിലിരിക്കുകയാണ്. പിന്നെയും വരുന്നു, മോളെ ഇനി മക്കയിൽ നീണ്ടകാലം ജീവിച്ചു പോകാൻ കഴിയില്ല, അതുകൊണ്ട് നമുക്ക് പോകാം. എവിടേക്ക്? മദീനയിലേക്ക്, അന്നത്തെ യസ്രിബിലേക്ക് പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഖബയിലെ ഉടമ്പടി, മിനായിലെ രാത്രിയുള്ള ഉടമ്പടികൾ, മദീനയിൽ നിന്ന് വന്ന ആളുകളുമായുള്ള സംസാരങ്ങൾ, ഇതിനെല്ലാം സാക്ഷിയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ആ ഭവതി അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം മദീനയിലെത്തി. ചരിത്രം എത്രമാത്രം ചുരുക്കേണ്ടി വരുന്നു എന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. യാത്രയിലെ വിശേഷങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. മദീനയിൽ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകം ആദ്യം മുട്ടുകുത്തിയെടുത്ത് പള്ളിക്ക് നിശ്ചയിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇറങ്ങിയില്ല. രണ്ടാമത് അഥവാ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കേണ്ട വീടെത്തി. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്. അവിടെ താമസിക്കുമ്പോൾ ഫാത്തിമത്തു സഹറാ റളിയല്ലാഹു അൻഹയുടെ സാന്നിധ്യം അനുഭവിക്കുകയാണ്. ഏകദേശം 1 കൊല്ലമായി മക്കയിൽ നിന്ന് ഉറപ്പിച്ചു വെച്ച ഒരു കല്യാണമുണ്ട്. സുദ്ദീഖിന്റെ മകൾ സുദ്ദീഖയുമായുള്ള കല്യാണം, അഥവാ അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ആയിഷ സുദ്ദീഖയുമായുള്ള വിവാഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞു വെച്ചതാണ്. എന്റെ വാപ്പ ഇനിയും ഒരു വിവാഹം കഴിക്കുകയാണോ? ബഹുമാനപ്പെട്ട ഫാത്തിമയ്ക്കറിയാം, എന്റെ പ്രിയപ്പെട്ട ഉപ്പ സാധാരണ മനുഷ്യനല്ല. ശാരീരിക താല്പര്യങ്ങൾക്കല്ല ഈ വിവാഹങ്ങളൊന്നും, ശർഈ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. അത് നന്നായി പഠിച്ചറിഞ്ഞ നുബുവത്തിന്റെ അരമനയിലെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഫാത്തിമത്തു സഹറാ റളിയല്ലാഹു അൻഹാ, പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോൾ, ആ യാഥാർത്ഥ്യങ്ങളെല്ലാം ഉൾക്കൊണ്ടു. അവസാനം സുഖമില്ലാതെ കിടന്ന സുദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് പരിചരണം കൊടുത്ത് പിന്നീട് പനി ബാധിച്ചു കിടന്ന ആയിഷയെ ഇനിയും കൂട്ടിക്കൊണ്ടുപോകാൻ സമയമായോ എന്ന് സുദ്ദീഖുൽ അക്ബർ തങ്ങൾ ചോദിച്ചപ്പോൾ ചമയിച്ചൊരുക്കിയിട്ട് ഇസ്ലാമിക നിയമത്തിന്റെ പരിധിയിൽ വളരെ ലളിതമായ ഒരു വിവാഹ ചടങ്ങോടെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ആയിഷ റളിയല്ലാഹു അൻഹ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയായി. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഇഷ്ടമാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കൂടുതൽ വർണ്ണിക്കാൻ വാക്കും നിയോഗവും ഉണ്ടായത് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കാണ്. പലപ്പോഴും പറയും, ഖദീജ ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയും, എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമ നടന്നു വരുന്നത് കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതേ ചുവടുവെപ്പുകൾ, അതേ ചടുലത, അതേ ശാരീരിക ചലനങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഫാത്തിമ ബീവിക്കുള്ള സാദൃശ്യം ഏറ്റവും കൂടുതൽ നിവേദനം ചെയ്തത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. സുബുലുൽ ഹുദാ വർ റഷാദ് 1-ാം വാള്യത്തിന്റെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശാരീരിക സ്വഭാവത്തിൽ നേരിയ സാമീപ്യമുള്ള ആളുകളെ എണ്ണി പറയുന്നുണ്ട്. അതിൽ ആദ്യം പരിഗണിച്ചിട്ടുള്ളത് ബത്തൂൽ ഫാത്തിമ സഹറ റളിയല്ലാഹു അൻഹയാണ്. പിന്നെ ഹസനൈനിയാണ്, പിന്നെ ജഅഫർ റളിയല്ലാഹു അൻഹുവാണ്, പിന്നെ ബാഖിർ റളിയല്ലാഹു അൻഹുവാണ്. അങ്ങനെ കുറെ മഹാന്മാരെ എണ്ണുന്നുണ്ട്. ഇപ്പോഴത് നമ്മുടെ വിഷയമല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോൾ ആയിഷ റളിയല്ലാഹു അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഹൃദ്യമായി സ്വീകരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ല രസമുള്ള വർത്തമാനവും ഉണ്ടാകാറുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ആരൊക്കെ എന്റെ ജീവിതത്തിലേക്ക് വന്നെങ്കിലും ഖദീജയെ പോലെ ഒരാൾ വന്നിട്ടില്ല. അതുകൊണ്ട് ഫാത്തിമയോട് ചിലപ്പോൾ അല്പം ഒരു മേൽക്കോയ്മയുടെ സ്വഭാവത്തിൽ ആയിഷ ബീവി പറയും, പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല സ്ത്രീകളെയും വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിലും എന്നെയല്ലാതെ ഒരു കന്യകയെ കല്യാണം കഴിച്ചിട്ടില്ല. അഭിമാനത്തോടെ പറഞ്ഞപ്പോൾ ഒരു സമയത്ത് ബഹുമാനപ്പെട്ട ഫാത്തിമയ്ക്ക് നൊന്തുപോയി. റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലയോ അവിടുത്തെ ഭാര്യയായ എന്റെ ഇളാമ്മയായ സുദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മോളായ ആയിഷ സുദ്ദീഖ പറഞ്ഞു, നബിയേ, ആ ആയിഷയെ അല്ലാതെ തങ്ങൾ ഒരു കന്യകയും കല്യാണം കഴിച്ചിട്ടില്ലെന്ന്. ഹബീബ് ചിരിച്ചു. ഫതബസ്സമ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖാൽ, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധരങ്ങളിൽ ചിരി വിടർന്നു. എന്നിട്ട് പറഞ്ഞു, മോളെ ചെന്നിട്ട് പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കന്യകനായി അഥവാ വേറൊരു വിവാഹം കഴിക്കാതെ എന്റെ ഉമ്മയെ മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ എന്ന് മറുപടി പറയൂ മകളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുമ്പോൾ വേറൊരു ഭാര്യയുമില്ല.
ആദ്യമായി വിവാഹം കഴിച്ചത് എൻ്റെ ഉമ്മാനെയാണ്. നിങ്ങളിപ്പോൾ കന്യകയായിരിക്കാം, പക്ഷേ എൻ്റെ ഉമ്മാനെ കല്യാണം കഴിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യത്തെ വിവാഹമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി ഫലിച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹ തിരിച്ചുപോയി ആയിഷയോട് പറഞ്ഞു, നിങ്ങൾ ഒരു കന്യക മാത്രമായിരിക്കാം റസൂലുള്ളാഹിന്റെ ജീവിതത്തിലേക്ക് വന്നത്, പക്ഷേ ആദ്യമായി വിവാഹം കഴിച്ചപ്പോ ഒരു കന്യകൻ എന്ന പ്രയോഗം ശരിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ വിഷയത്തിന് വേണ്ടി ഞാൻ ബോധ്യപ്പെടുത്തുകയാണ്, എൻ്റെ ഉമ്മാനെ മാത്രമേ വിവാഹം കഴിച്ചിട്ടുള്ളൂ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രയോഗത്തിന്റെ മേൽക്കോയ്മ വിട്ടുപോയി. പറഞ്ഞു, മോളെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു തമാശ പറഞ്ഞതാണ്. അങ്ങനെ ജീവിതത്തിന്റെ വഴിയിലൂടെ കടന്നുപോയി. ഫാത്തിമ സഹറ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ അതീവ തലങ്ങളെ മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറുകയാണ്. അപ്പോൾ സ്വഹാബത്തിൽ പലരും ആലോചിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കരളിന്റെ കഷ്ണമാണ്, എൻ്റെ ജീവന്റെ അംശമാണ്, എൻ്റെ ഭാഗമാണ്, എൻ്റെ എല്ലാമാണ് ഫാത്തിമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ പൊന്നുമോളെ ഞങ്ങൾക്കൊന്ന് കിട്ടിയാൽ കൊള്ളാം എന്ന് എല്ലാ സ്വഹാബികൾക്കും ഉണ്ടാകും, സ്വാഭാവികമാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വന്ന് പറഞ്ഞു, അല്ലയോ നബിയെ, ഞാൻ അവിഹിതമായി ഒന്നും ചോദിക്കുകയല്ല, അവിടുത്തെ ഹൃദയത്തിൽ ഒരിടം നേടാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. മകൾ ഫാത്തിമയെ എനിക്ക് നൽകുമോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻതളിറുൽ ഖളാ, അല്ലാഹുവിന്റെ വിധിയെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. രണ്ടാമത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെന്നിട്ട് ചോദിച്ചു, അല്ലയോ നബിയെ, എൻ്റെ ജീവിത കൂട്ടുകാരിയായി തരുമോ? അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു, അല്ലാഹുവിൽ നിന്നുള്ള വിധി ഞാൻ പ്രതീക്ഷിക്കുകയാണ്, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ഞാൻ എൻ്റെ സഹറായിനെ കെട്ടിച്ചു കൊടുക്കുക. ആരെയാണ് ഭർത്താവായി തിരഞ്ഞെടുക്കേണ്ടത്? അല്ലാഹുവിന്റെ ഇലാഹി ഓർഡർ വരട്ടെ, അതനുസരിച്ച് ചെയ്തു കൊള്ളാം. അപ്പോൾ രണ്ടുപേർക്കും മനസ്സിലായി, ഞങ്ങൾക്ക് വിധിക്കാനിടയില്ല. അപ്പൊ രണ്ടുപേർക്കും വിരോധമില്ല, വിദ്വേഷമില്ല. കാരണം ഈമാനിന്റെ അഗ്രസ്ഥാനത്ത് നിൽക്കുന്ന മഹാന്മാർ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും വിവാഹാഭ്യർത്ഥന നടത്തി, പക്ഷേ അള്ളാഹുവിന്റെ നിശ്ചയം പ്രതീക്ഷിക്കുകയാണ് തിരുനബി. പ്രയോഗത്തിൽ നിന്ന് മനസ്സിലായി ഞങ്ങൾക്കത് ലഭിക്കേണ്ടതല്ല, പക്ഷേ ഫാത്തിമയ്ക്ക് നല്ലൊരു ജീവിതം വേണം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വിഷയങ്ങൾ അന്വേഷിച്ചു. ഒരു പുതുമാരന് വേണ്ടിയുള്ള അന്വേഷണം ഇവര് മൂന്നുപേരുമാണ് നടത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിവാഹാഭ്യർത്ഥന നടത്തിയ മൂന്നുപേരും തീരുമാനിച്ചു, ഫാത്തിമയ്ക്ക് നല്ലൊരു ഭർത്താവിനെ നമുക്ക് കണ്ടെത്തണം, നമുക്ക് ചർച്ച ചെയ്യാം. അവസാനം വിഷയം നീട്ടിക്കൊണ്ടുപോകുന്നില്ല, വിശാലമായ ഒരു അധ്യായമാണ്. അവരെല്ലാവരും അലി റളിയല്ലാഹു അൻഹുവിനെ മനസ്സിൽ കണ്ടു. അലി വളരെ യോഗ്യനാണ്, മാത്രമല്ല ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ട സേവനങ്ങൾ നമ്മേക്കാൾ കൂടുതൽ ചെയ്തു കൊടുക്കാൻ കഴിയും. കാരണം ചെറുപ്പത്തിലെ ആ വീട്ടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗ്രഹാഭിലാഷങ്ങളും ജീവിത ശൈലികളും എല്ലാം നന്നായി അറിയുന്ന ആളാണ്. അതുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബിനെ ഒന്ന് നിർദ്ദേശിച്ചാലോ? അവർ ചെന്നു. പക്ഷേ അലി റളിയല്ലാഹു അൻഹുവിനോട് എങ്ങനെ ചോദിക്കാനാണ്? അവസാനം അലി റളിയല്ലാഹു അൻഹുവിന്റെ സേവകി അടിമപ്പെണ്ണിനോട് പറഞ്ഞു, പോയി ഒന്ന് അന്വേഷിക്കണം. അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ല, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുപോലെ കല്യാണം കഴിക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അപ്പോൾ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, വഹൽ ഇൻദി മാ അതസവ്വജു ബിഹി, എനിക്ക് മഹറായി കൊടുത്ത് കല്യാണം കഴിക്കാൻ എൻ്റെ കയ്യിലൊന്നും ഇല്ലല്ലോ, ഞാൻ പിന്നെ എങ്ങനെയാണത് ചർച്ച ചെയ്യുക? പക്ഷേ അലി റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ സ്വപ്നത്തിന്റെ മുട്ടുകൾ മുളച്ചു കഴിഞ്ഞു. എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകനായാൽ കൊള്ളാം, മനസ്സിൽ സ്വപ്നമുയർന്നു. പക്ഷേ എങ്ങനെയാണ് റസൂലുള്ളാഹിനോട് പോയി ചോദിക്കുക? മനസ്സ് വരുന്നില്ല. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ആഗ്രഹം പേറിയ മനസ്സുമായി അടുത്തുപോയി തലകുനിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, മാ ഹാജ, എന്തിനാണ് മോനെ അലി ഇബ്നു അബീ ത്വാലിബ് വന്ന് നിൽക്കുന്നത്? എന്തോ ഒന്ന് പറയാനുള്ളത് പോലെയുണ്ടല്ലോ. ഉടനെ പറഞ്ഞു, ദക്കർതു ഫാത്തിമത, ഓ നബിയെ, ഞാൻ ഫാത്തിമാനെ ഓർത്തുപോയി. അഥവാ എന്റെ ജീവിതത്തിലേക്ക് ഫാത്തിമയെ തങ്ങൾ പങ്കാളിയായി നൽകിയാൽ സന്തോഷമായിരുന്നു നബിയേ. അപ്പോഴാണ് വമായന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ,
അതരങ്ങൾ ഔദ്യോഗികമായി മാത്രം ചലിക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മർഹബൻ അഹ്ലൻ വസഹ്ലാ, മർഹബൻ അഹ്ലൻ വസഹ്ലാ. മറ്റൊരു നിവേദനത്തിൽ കാണാം, ഹിയലക യാ അലി, ഓ അലി ഇബ്നു അബി ത്വാലിബേ, എന്റെ പൊന്നുമോള നിങ്ങൾക്ക് വേണ്ടി തന്നെ ഉള്ളതാണ്, അതുകൊണ്ട് ഞാൻ തരുന്നതിൽ പ്രശ്നമില്ല എന്ന വിഷയം അവിടുന്ന് പറയുകയാണ്. ആ ചോദ്യോത്തരം കഴിഞ്ഞു, രണ്ടാളും സദസ്സ് പിരിഞ്ഞു. പിന്നെ ചർച്ചകളൊന്നും നടക്കുന്നില്ല, അതിന്റെ ചർച്ചയുടെ പുരോഗമനം കാണുന്നില്ല. അവസാനം അലി റളിയല്ലാഹു അൻഹു ഒരു ദിവസം റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹി ഫിദാക ബി വ ഉമ്മി, യാ റസൂലല്ലാഹ്, എന്റെ മാതാപിതാക്കൾ അവിടുത്തേക്ക് ദണ്ഡമാണ് നബിയേ. ഈ പ്രയോഗം എത്ര മനോഹരമാണ്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൂടാ എന്ന് പറയുന്ന, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, നീ ഇവിടെ നിന്ന് വിളിച്ചുകൂടാ എന്ന് പറയുന്ന മുഴുവൻ ആളുകൾക്കുമുള്ള മറുപടി ഈ പ്രയോഗത്തിലുണ്ട്. പക്ഷേ ഇന്നത്തെ എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് കടക്കാൻ നേരമില്ല. ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ചുട്ടുപൊള്ളുന്ന നട്ടുച്ചയിൽ ഹബീബ് വരുന്നു എന്നുള്ള വാർത്ത അറിഞ്ഞപ്പോൾ പറഞ്ഞു, ഫിദാഹു അബീ വ ഉമ്മീ, ആ വരുന്ന നബിക്കാണ് എന്റെ ഉമ്മയും വാപ്പയും ദണ്ഡം. വാതിൽക്കൽ വന്നിട്ട് ഹബീബ് പറഞ്ഞു, അസ്സലാമു അലൈക്കും ഫിദാക അബീ വ ഉമ്മീ. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നതാണ് സിദ്ദീഖേ, ആരെങ്കിലും കേൾക്കുമെങ്കിൽ അവരെ മാറ്റൂ. സിദ്ദീഖ്, ഫിദാക അബീ യാ റസൂലല്ലാഹ്, ഇവിടെ അന്യരായി ആരുമില്ല നബിയേ. അപ്പോഴാണ് പറയുന്നത്, പലായനത്തിന് സമ്മതം അള്ളാഹുവിൽ നിന്ന് കിട്ടിയിട്ട് ഞാൻ മദീനയിലേക്ക് പോവുകയാണ്. അപ്പോഴും ചോദിക്കുന്നു, ഫിദാക യാ റസൂലല്ലാഹ്, ഓ നബിയേ എനിക്ക് തരുമോ അസ്സുഹബത അവിസ്വഹാബത യാ റസൂലല്ലാഹ്, ഞാനൊന്ന് തങ്ങളോടൊപ്പം കൂടിക്കോട്ടെ നബിയേ. അപ്പോഴും പറഞ്ഞു ഫിദാക. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നഅം ഫബകാ, കേട്ടപ്പോഴേക്ക് കരഞ്ഞു. പിന്നീട് അതാ അഹ്മദ് ഉദ്ധരിക്കുന്ന നിവേദനം കാണാം. എന്താണെന്നല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമ്മതം പറഞ്ഞപ്പോഴേക്ക്, ഇതിന്റെ ആദ്യ ഭാഗം ഇമാം ബുഖാരിയുടെ നിവേദനം, ഇനി ഞാൻ പറയാൻ പോണത് അഹ്മദ് റഹ്മഹുള്ളയുടെ നിവേദനം. എന്തെന്നല്ലേ, അല്ലയോ പ്രിയപ്പെട്ടവരെ, മാറൈതു അഹദൻ യബ്കി ബിഫറഹിഹി കമാ ബകാ അബീ അബൂബക്കർ സിദ്ദീഖ്, എന്റെ വാപ്പ സന്തോഷത്താൽ കരഞ്ഞതുപോലെ ഒരാളും സന്തോഷം കൊണ്ട് കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞ കരച്ചിലിനെ കുറിച്ച് മകൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അപ്പൊ ഈ പ്രയോഗം ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രയോഗമാണ്, അനുരാഗത്തിന്റെ വാചകമാണ്. ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, എന്റെ വാപ്പയും ഉമ്മയും തങ്ങൾക്ക് ദണ്ഡമാണ് നബിയേ. ഇന്നക ലതഅലമു അന്നക അഖൽതനീ മിൻ അമ്മിക അബീ ത്വാലിബ്, ഓ പ്രിയപ്പെട്ട നബിയേ, തങ്ങളുടെ മൂത്താപ്പയായ അബൂ താലിബിന്റെ മകനായി ജനിച്ച എന്നെ ചെറുപ്പത്തിലെ ഏറ്റെടുത്തത് തങ്ങളല്ലേ നബിയേ. വമിൻ ഫാത്തിമത്ത് ബിൻത് അസദ്, എന്റെ ഉമ്മയായ ഫാത്തിമാന്റെയും വാപ്പയായ അബൂ താലിബിന്റെയും അടുക്കൽ നിന്ന് ഏറ്റെടുത്തു കൊണ്ടുപോയ നബിയേ. വഅന സ്വബിയ്യുൻ ലാ അഖിലു ശൈഅ, എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിപ്രായത്തിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോയ നബിയേ. ഫഹദൈതനി വഅദ്ദബ്തനി വഹദ്ദബ്തനി, എന്നെ ഹിദായത്തിന്റെ വഴിയിലേക്ക് കൂട്ടി, എന്നെ ആത്മസംസ്കരണം നടത്തി, എന്നെ നന്നായി ദീനിന്റെ വഴിയിൽ ചിട്ട പഠിപ്പിച്ച നബിയേ. അന്ത അഫ്ളലു മിൻ നബി ത്വാലിബ് വ ഫാത്തിമ,
എന്റെ ഉമ്മയായ ഫാത്തിമയെക്കാളും വാപ്പയായ അബൂ താലിബിനെക്കാളും എനിക്ക് ഏറ്റവും ശ്രേഷ്ഠര് തങ്ങളാണ് നബിയേ. ഫിൽ ബിർരി വശഫഖതി ബി, എനിക്ക് എന്റെ വാപ്പയെക്കാളും ഉമ്മയെക്കാളും ഗുണം ചെയ്ത തങ്ങളാണ്. വഇന്നല്ലാഹ അസ്സ വജല്ല ഹദാനി ബിക, അല്ലാഹു തആല എന്നെ ഹിദായത്താക്കിയത് തങ്ങളിലൂടെയാണ്. വസ്തൻഖദനി മിമ്മാ കാന അലൈഹി ആബാഇ വഅമാമി മിനശ്ശിർകി, നമ്മുടെ പിതൃവ്യന്മാരും പ്രപിതാക്കന്മാരിലും പലരും ബഹുദൈവ വിശ്വാസികളായി പോയപ്പോ എന്നെ ഏകദൈവ വിശ്വാസത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവന്ന നബിയേ. وإنك يا رسول الله ذخري ووسيلتي في الدنيا والآخرة, ഈ ലോകത്തും പരലോകത്തും എൻ്റെ അവലംബവും എൻ്റെ മാധ്യമവും എൻ്റെ ഇടനിലയും തങ്ങളാണ് നബിയേ. എന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹി, ഞാൻ ഈ പ്രായം വരെ എത്തി, ഇനി എനിക്ക് താമസിക്കാൻ ഒരു വീട് വേണം, സാന്ത്വനിപ്പിക്കാൻ ഒരു മോള് വേണം, അഥവാ ഒരു ഭാര്യ വേണം. രണ്ടും എനിക്ക് തങ്ങൾ തരണം. വഖദ് അതൈതുക ഖാതിബൻ ഇബ്നതക ഫാത്തിമ, ഞാൻ മോള് ഫാത്തിമാനെ കെട്ടുപറഞ്ഞിട്ട് വന്നതാണ്, വിവാഹം അന്വേഷിച്ചിട്ട് വന്നതാണ്. എനിക്ക് തരുമോ നബിയേ? നേരത്തെ ഒരു വാക്ക് പറഞ്ഞപ്പോ അതേ വാക്കിൽ മറുപടി കിട്ടി. നീണ്ട ചർച്ചയില്ലാതിരുന്നപ്പോ പോയി വിഷയം അവതരിപ്പിക്കുകയാണ്. ഞാൻ പണ്ടേ തങ്ങളുടേത് തന്നെയാണ്, ഇനി തങ്ങളുടെ മകളെ കൂടി എനിക്ക് തന്നിട്ട് പൂർണ്ണമായും എന്നെ ഏറ്റെടുക്കണമെന്ന് പറയുകയാണ്. അലിയുനിൽ മുർത്തള കേവലം ഒരു വ്യക്തിയല്ല, അറബ് യുവാക്കളിലെ വീരകേസരിയാണ്, സമകാലിക യുവാക്കളിൽ അഗ്രസ്ഥാനിയാണ്, എല്ലാമായ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇതങ്ങ് പറഞ്ഞപ്പോ ഫതഹല്ലല വജ്ഹുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ثم തബസ്സമ ഫീ വജ്ഹി അലി, മുഖം പ്രഭാവിതമായി പാൽപുഞ്ചിരിയോടെ അലിയിനോട് ചോദിച്ചു, അല്ലയോ അലിയേ, കയ്യിൽ വല്ലതുമുണ്ടോ? നബിയേ, എന്റെ കയ്യിലൊന്നുമില്ല, പടയങ്കിയും പടവാളുമല്ലാതെ ഏതു നിമിഷം വിളിച്ചാലും പടക്കളത്തിലേക്ക് ചാടിയിറങ്ങി ദീനിനൊരു പടക്കുതിരയാകാനല്ലാതെ വീടില്ല, കൂടില്ല, ധനമില്ല, സ്വത്തില്ല, ഒന്നുമില്ല നബിയേ. ഫിദാക യാ റസൂലല്ലാഹ് ബദൻ മേ ജാൻ തുമാരേ ലിയേ, എന്റെ ഈ ജീവിതം മുഴുവനും തങ്ങൾക്ക് വേണ്ടിയാണ്. യാ റസൂലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി.